അള്ളാഹു മൗജൂദൻ എന്നുള്ള പാഠമാണ്. അതിൽ ഉത്തരം എഴുതാം എന്നുള്ളതിൽ അള്ളാഹുവിൻ്റെ 5 വിശേഷണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നു. വുജൂദ് അതിൻ്റെ അർത്ഥം എന്താണ്? ഉള്ളവനായിരിക്കൽ എന്നാണ്. 2 കിദമ് തുടക്കം ഇല്ലാതിരിക്കൽ എന്നാണ്. 3 ബക്കാ അന്ത്യം ഇല്ലാതിരിക്കൽ. 4 മുഖാലഫത്തുൽ ലിൽ ഹവാദിസി ഇമ്പോർട്ടൻ്റ് ആണ്. മുഖാലഫത്തുൽ ലിൽ ഹവാദിസി സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യാസമാകൽ. 5 ഖിയാമും ബിൻ നഫ്സ് സ്വയം നിലനിൽക്കൽ. ഇതിൽ തന്നെ മറ്റൊരു പ്രധാന ചോദ്യമാണ് എണ്ണം എഴുതാം എന്ന ചോദ്യം. 1 വാജിബായ സിഫത്തുകൾ 20, 2 മുസ്തഹീലായ സിഫത്തുകൾ 20, 3 ജായിസായ സിഫത്തുകൾ 1. എണ്ണം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ബ്രാക്കറ്റിൽ നിന്നൊക്കെ എടുത്ത് എഴുതാനുണ്ടാകും. അല്ലാഹു അഹദ് എന്ന 2ാമത്തെ പാഠത്തിൽ 1ാമത്തെ ചോദ്യം ഉത്തരം എഴുതാം. അള്ളാഹുവിൻ്റെ നിർബന്ധമായ സിഫത്തുകളിൽ നിന്ന് 3 എണ്ണം. വഹദാനിയത്ത് ഏകത്വം, 2 ഇറാദത്ത് ഉദ്ദേശിക്കൽ, 3 ഹയാത്ത് ജീവിക്കൽ. 2 നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ കേൾവി അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. എന്നാൽ അള്ളാഹുവിൻ്റേത് സമ്പൂർണവും സ്വന്തമായി ഉള്ളതുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, മനസ്സിലാക്കി വെക്കുക. 2ാമത്തത് അർത്ഥം എഴുതാം എന്നൊരു ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. 1 സമഅ അതിൻ്റെ അർത്ഥം കേൾവി, 2 ഖുദ്റത്ത് കഴിവ്, 3 ബസർ കാഴ്ച, 4 കലാം സംസാരം. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. നോട്ട് ചെയ്ത് വെക്കുക. ഈ പാഠത്തിലെ മറ്റൊരു പ്രധാന ചോദ്യമാണ് വിപരീത പദം എഴുതാൻ. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവല്ലേ? അതിൻ്റെ വിപരീത പദം എന്താണ്? അറിവില്ലായ്മയാണ്. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ കഴിവാണ്. അതിൻ്റെ വിപരീത പദം കഴിവില്ലായ്മ. ബസർ കാഴ്ചയാണ്, കാഴ്ചയില്ലായ്മയാണ് വിപരീത പദം. ഇറാദത്ത് ഉദ്ദേശമാണ്, ഉദ്ദേശം ഇല്ലാതിരിക്കായ്മ. കലാം സംസാരം, സംസാരമില്ലായ്മ. ഹയാത്ത് ജീവിതം, വിപരീത പദം മരണം. പാഠത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു ഖാദിറുൻ എന്നുള്ള പാഠത്തിൽ അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി എന്ന് പറയുന്ന ഈ ബൈത്ത്, ഇതിൽ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ ഒരുമിച്ച് ചേർത്ത് വെച്ച ബൈത്താണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ അതിൽ വന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ. 14ാമത്തത് ഖാദിറുൻ കഴിവുള്ളവനാണ്, 15 മുരീദുൻ ഉദ്ദേശിക്കുന്നവനാണ്, 16 ആലിമുൻ അറിയുന്നവനാണ്, ഹയ്യുൻ 17 ജീവിച്ചിരിക്കുന്നവൻ, 18 സമീഉൻ കേൾക്കുന്നവൻ,